ഇപ്പോൾ ലിംഫോമയുടെ കാര്യം എടുക്കാം. ലിംഫോമ തന്നെ പ്രധാനമായി 2 തരത്തിലാണുള്ളത്. ഹോച്ച്കിൻസ് ലിംഫോമയും നോൺ ഹോച്ച്കിൻസ് ലിംഫോമയും. ഈ ഹോച്ച്കിൻസ് ലിംഫോമ ഏത് സ്റ്റേജിൽ 4th സ്റ്റേജിലാണെങ്കിൽ പോലും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു ക്യാൻസറാണ്. നോൺ ഹോച്ച്കിൻസ് ലിംഫോമയിൽ നമുക്ക് T സെല്ലുണ്ട്, B സെൽ ലിംഫോമാസ് ഉണ്ട്. അതിൽ തന്നെ പല പല സബ് ടൈപ്പുകളുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ശരീരത്തിൻ്റെ കഴലുകളിൽ ഉണ്ടാകുന്നതാണ് ലിംഫോമാസ് എങ്കിലും ഒരു 10 മുതൽ 15% വരെ ലിംഫോമാസും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ, ഞങ്ങളതിനെ എക്സ്ട്രാ നോഡൽ ലിംഫോമാസ് എന്ന് പറയും. ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങൾ, അത് ചിലപ്പോൾ തലച്ചോറിലാകാം, അല്ലെങ്കിൽ ലങ്സിലാകാം, കുടലിലാകാം, ഏത് ഭാഗത്ത് വേണമെങ്കിലും ഈ എക്സ്ട്രാ നോഡൽ ലിംഫോമാസും സംഭവിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ലിംഫോമാസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കടല വീക്കമാണ്, പനി, വിട്ടുമാറാതെയുള്ള പനി, വെയിറ്റ് കുറയുക എന്നുള്ളതാണ്. ഇപ്പോൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ലിംഫോമാസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ആ അവയവത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഏത് അവയവത്തിൽ വരുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ആ ക്യാൻസറിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്.